ഒരു ദിവസം എൻ്റേത് എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കൽ എൻ്റെ രണ്ട് മുത്താളാട്ടോ. ഓലെ സ്വഭാവം പോലെ നിൽക്കും എൻ്റെതും. ഇവരെ ഈ പറഞ്ഞ പോലെ കിടത്തി ഉറക്കാനും പാടാ, എണീപ്പിക്കാനും പാടാ. ഉറങ്ങാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെടണം ഉറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. 4-5 മണിയായാലും ഉറങ്ങൂല്ല. വൈകുന്നേരം 4 മണിയായാലും എണീക്കാൻ പോലും മടിയാണ്. അത്രയ്ക്കും മടിയന്മാരാണ്. ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ച് എക്സ്പ്രഷൻ ഏറെ ഇട്ട് തരുന്നു കേട്ടോ ആദ്യം. ഓന് ആയിഷു എണീക്കാണ്ട് ഓനെ ഒറ്റയ്ക്ക് എണീക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നടക്കണം. എന്നാൽ ഓളെ കൂടെ എണീറ്റ് വരണമെങ്കിൽ ആ ദിവസം നല്ല ഉഷാറാണ്. ഓള് ചെയ്യണ പോലെ എല്ലാം സ്വയം ഓനും ചെയ്യും. ബ്രഷ് ചെയ്യലും ബാത്റൂമിൽ പോകലും മുടി വാരലും ഒക്കെ ഓളെ കൂടെ നടന്നു കണ്ട് തന്നെ ഓൻ അതേപോലെ അനുകരിച്ചോളും. എന്ത് പറഞ്ഞാലും പിന്നെ ദീദിക്കാണ് കേട്ടോ ഇന്ത്യയിലേറെ വാല്യൂ ഓന് കൊടുക്കുന്നത് ഓളെ വാക്കിനൊക്കെയാണ്. അതുകൊണ്ട് ഓളെന്ത് പറഞ്ഞാലും ഓന് കേട്ടിരുന്നോളും, കളിച്ചോളും. ഓല് രണ്ടാൾ ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കണ്ട. പിന്നെ ഇടയ്ക്കൊരു അടിയൊക്കെ പതിവാണ്. അപ്പം മാത്രമേ എനിക്ക് സൗണ്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് രണ്ടാളും ഞാൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ നിന്ന് എണീറ്റ് പാടെ ഭക്ഷണം കഴിക്കുവേനി. മോള് കഴിക്കില്ല, മോൻ കഴിക്കുവേനി. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഓനും ഒരേപോലെ അയക്കണ്. എണീറ്റ് പാടെ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ പിന്നെ ജ്യൂസോ ഓട്സോ ചോക്കോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കൽ. അന്ന് പിന്നെ സ്ട്രോബെറിൻ്റെ പെരുമഴ പെയ്തുകൊണ്ട് ജ്യൂസാക്കി. നാട്ടിൽ വന്ന ഒരു തേങ്ങ എൻ്റെ കണ്ണിപ്പെടാണ്ട് അത്ര ദിവസം ഈ റൂമിലുണ്ടായിന്. അത് കണ്ട് തലേന്ന് ആരെയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി. പക്ഷേ തേങ്ങ എന്നെ ചതിച്ചു ഗൈസ്. തേങ്ങൻ്റെ കോലം ഇങ്ങനായിരുന്നു. ചെക്കനാണെന്നുണ്ടെങ്കിൽ അതിന് വെള്ളം കിട്ടണം പറഞ്ഞിക്കാണ്ട് കുറേ എണ്ണിട്ടിടങ്ങേറാക്കി. ഞാൻ വിചാരിച്ച് ചെറുങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് അതിൽ വെള്ളം നിറച്ച് കൊടുത്താലോ എന്ന്. പിന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂല. എന്തായാലും ഒരു വിധത്തിൽ ഓനെ സമ്മതിപ്പിച്ചെടുത്ത് ഞങ്ങൾ ചട്ടിനിക്ക് പകരം ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കനേ ശരണം, നമ്മളെപ്പോഴും തോറ്റുപോലെ ഈ ചിക്കൻ്റെ മുന്നിലാണ്. ഇതിൻ്റെ ഈ സ്കിന്ന് പൊളിക്കലൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നും ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ കേട്ടോ. അല്ലാത്തപ്പോൾ എനിക്കിഷ്ടമാണ് ചെയ്യാനൊക്കെ. ഇതിപ്പോൾ ചട്ടിനി എന്ന് വിചാരിച്ച് കുറച്ച് നേരം താങ്ങി നിന്നില്ലേ. ഏകദേശം എൻ്റെ സമയം തീരാനായിക്കണ്. ഇതെല്ലാം ആക്കിയെടുക്കാനുള്ള ടൈം. അപ്പോൾ ചിക്കൻ കറി ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നതായതുകൊണ്ട് നമുക്ക് ഇനി പെട്ടെന്ന് പണി തീർത്ത് കണ്ട് എല്ലാം അവസാനിപ്പിക്കണം. പിന്നെ ഞാൻ കിച്ചണിൽ കയറിയാൽ എനിക്ക് ഹെൽപ്പർമാരെ കൊണ്ട് തല്ലാണ്. ആദ്യം ആയിഷു വരും. ആയിഷുവിൻ്റെ ബാക്കിൽ ഓനുണ്ടാവും. ഓന് പിന്നെ ഇരട്ടിപ്പണി എനിക്ക് ഇങ്ങോട്ട് തല്ലാണ്. ആയിഷു പിന്നെ ഒരുവിധം എന്നെ ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്തു തരും. പിന്നെ ആൾക്ക് പുറത്തെ പണി ഇഷ്ടമല്ല കേട്ടോ. അവിടെ എന്തെങ്കിലും മടക്കി വെക്കാനോ ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ പ്ലേറ്റ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഇവിടെ ഓക്കെയാണ്. ചിക്കൻ ഞാൻ എപ്പോഴും നന്നാക്കി കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കും. ഒന്നുമില്ല, ഉപ്പും മുളകും മല്ലിപ്പൊടി മാത്രം ഇട്ടുകാണ്ട് കുറച്ച് നേരം ഒന്ന് വെക്കും. ആ ഒരു ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി വരുന്ന വരെയൊക്കെ. അതിൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ്റെ ഭാഗമാണ് തോന്നുന്നത്. ഇപ്പോൾ എന്താ അറിയില്ല, ഇങ്ങനെ ചിക്കൻ നന്നാക്കി അതേപോലെ കറിയിലിടാൻ എനിക്ക് തോന്നൂല. ഇങ്ങനെ വെച്ച് ശീലമായതുകൊണ്ട് മറ്റേ പോലെ വെക്കുമ്പോൾ എനിക്ക് ചിക്കൻ അങ്ങോട്ട് മസാല പിടിക്കാത്ത പോലെ തോന്നും. എല്ലാവരും ചിക്കൻ കറി ഗംഭീരമായിട്ട് വെക്കണ പോലെയാണ് ഒക്കെ അറിയാം. പക്ഷേ ഞാൻ ഈ 2-3 ടിപ്പ് അങ്ങോട്ട് ഇട്ട് തരാമെന്ന് വിചാരിച്ചു. ഇനി എനിക്കുള്ളതാട്ടോ, എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാക്കൊരു വിളിച്ചാൽ എനിക്ക് സമാധാനമാവുള്ളൂ. ഉമ്മാനോട് ചോദിച്ചുണ്ടാക്കണേ എനിക്ക് തോന്നുന്നത് അത് ഫ്ലോപ്പ് ആവലില്ല എന്തെന്നായാലും. പിന്നെ ഇതൊക്കെ പിന്നെ വെച്ച് ശീലമായി. ഇവിടെ മീൻഡിലാറെ ചിലവാകൽ ചിക്കനാണ്. അതുകൊണ്ട് പിന്നെ ചിക്കനിൽ ഞാൻ ഒരു വിധമല്ല. എന്നാലും ബിരിയാണി വെക്കണമെങ്കിലോ എല്ലാം വെക്കണമെങ്കിൽ ഉമ്മാനൊന്ന് വിളിച്ചാൽ അത് റാഹത്താണ്. അപ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിക്ക് ഇവിടെ വഴണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കാണേണ്ട ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുക. 2 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ആ മസാലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കണ വരെ. എന്നിട്ടാട്ടോ ഞാൻ തക്കാളി ഇട്ടത്. തക്കാളി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുന്നും ചേർക്കാം. പക്ഷെ ഞാൻ ചിക്കൻ ഇട്ട് 2 മിനിറ്റ് ആയതിന് ശേഷമാണ് തക്കാളി ഒഴിച്ചത്. തക്കാളി സോഫ്റ്റ് ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാൽ, തിളച്ച വെള്ളം ഒഴിച്ചാൽ ആ ഒരു വേവിനും മസാലയ്ക്കും ഒക്കെ ഒരു നല്ലതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. എനിക്കിഷ്ടം പോലെ ചെയ്യാം. ഇനിയിപ്പോൾ 2 വിസിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആവട്ടെ ഇവിടെ.
അപ്പോൾ അപ്പുറത്ത് ദോശ ചുടുന്നുണ്ടായിന്. നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഒരുമിച്ചായതുകൊണ്ട് വക്കിങ്ങനെ ചെറുങ്ങനെ ഷേപ്പിനൊരു മാറ്റം ഉണ്ടെന്നുള്ളൂ. നല്ല പൂ പോലത്തെ ദോശേനി. അപ്പം സമയം 4 മണി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അങ്ങനെ ഭക്ഷണത്തിന് എല്ലാവരും വെയിറ്റിങ്ങിലായിരിക്കണം കേട്ടോ. ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ കിടക്കുന്നത്. പിന്നെ 2-2:30 എണീറ്റ് ചോറാക്കലാണ്. അപ്പോൾ ഇനി ഫുഡ് ടൈം. ഇതാ എനിക്ക് നല്ല ജഡ്ജ്മെൻ്റൊക്കെ വന്നിരിക്കുന്നു കേട്ടോ. ആളെ ഞാൻ ട്രൗസർ ഇടാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. എന്നാലും ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.